ഇവിടെ ഫാമിലേക്ക് അധിക ദൂരമൊന്നുമില്ല. കോഴിക്കോട് മുണ്ടിക്കൽ തായം അവിടെയാണ് ഈ ഒരു ഫാമിന്റെ ലൊക്കേഷൻ വരുന്നത്. ഫാമിൽ എത്തിയപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ. അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് പ്ലാൻസ് ഒക്കെ കണ്ടാലോ? ഇത് വിൻഡിലോ അല്ലേ? ഏതാ? ഇത് ഫാനാണ്, ഇന്ത്യൻ ഫാൻ എന്നൊക്കെ പറയും. ബോൾബൈറ്റിസിന്റെ കാറ്റഗറി. ബോൾബൈറ്റിസ്. അനൂബിയസ് നാനോ പറ്റിയിട്ട് അനൂബിയസിലെ വെച്ചിട്ട് ഏറ്റവും ചെറിയ വെറൈറ്റി കേട്ടോ. ഇന്നത്തെ അധികം ആളുകൾ എടുക്കുന്ന അനൂബിയസ് നാനോ എന്നുള്ളത് സാധനം അധികം എല്ലാവരും ചോദിച്ചു വരുന്ന സാധനം. അത്യാവശ്യം വലിയ അനൂബിയസ് ആണ്, അത്യാവശ്യം നല്ല വലിപ്പം. പെട്രോപ്പില ഡ്രാഗൺ ക്ലോ, ഗോൾഡ്, ഗ്രാസിലിസ്, ഗ്ലാബ്ര. ഇപ്പൊ അനൂബിയസിന്റെ കുറെ വെറൈറ്റീസ് കണ്ടില്ലേ? ഇതൊന്നല്ല, ഇതിന് കിട്ടില്ല സാധനങ്ങളോടുണ്ട്. ഈ ഒരു ഫാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. തിങ്കൾ മുതൽ വ്യാഴം വരെ നിങ്ങൾക്ക് ഇവിടെ കൊറിയർ അവൈലബിൾ ആണ്. ഇനി ഫാമിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും വന്നെടുക്കാം. ഇവിടേക്ക് വരുന്നതിന് മുമ്പേ ആളെന്ന് വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോസ് വെറൈറ്റീസ് നോക്കാം. നമ്മുടെ സ്വന്തം റക്കിയ മോസ്. ഇത് ഫ്ലെയിം മോസ്. ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് നല്ല രസമാണ് കാണാൻ. ഇനി അടുത്തൊരു ഐറ്റം ഉണ്ട്, ഫിസിഡൻസ് ക്രിസ്പൾസ്. കണ്ടാലൊരു ഫീനിക്സ് ലുക്കില്ലേ? പക്ഷെ അതല്ല, ക്രിസ്പൾസിന്റെ ലീഫ് അല്ല, ചെറുതായിരിക്കും. ഇനി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജാവ മോസ്. മോസിന്റെ കേവും ഉണ്ട്. ഇത് പീലിയ, ഷ്രിമ്പ്, മോസ്. നല്ല കോമ്പിനേഷൻ അല്ലേ? ഇത് എയർ പ്ലാന്റ്. ചുമ്മാ വെച്ചാൽ മതി, വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സീസണിലെ മഴ മൊത്തം ഇത് കൊണ്ടിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. ജസ്റ്റ് വുഡിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, അവിടെ വളർന്നോളൂ. ഇത് സോയിൽ ആണോ? അത്യാവശ്യം നല്ല കെയറിംഗ് വേണം കേട്ടോ. കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. അല്ലാതെ നമുക്ക് പലതരത്തിലൊക്കെ ചെയ്യാൻ പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടും. ഗ്രീൻ കേട്ടോ, എൻ്റെ റെഡ് ഔട്ട് ഒട്ടല വാലിച്ച് പ്രോപ്പർ മെക്സിക്കൻ. ഒട്ടല ഗ്രീൻ ആണ്. നല്ല റിമേക്കിംഗ് CO2 പ്ലാന്റ് ആണോ? CO2 കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുപാട് ഇതിന്റെ കളറുകളൊക്കെ കൂട്ടാൻ പറ്റും. ലുഡ്വിജിന്റെ വെറൈറ്റി ആണ്. ലുഡ്വിജിയ നിക്ലിനാറ്റ എന്ന് പറയും. ബാക്കിലുള്ളതും അല്ലേ? ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. CO2 നിർബന്ധമൊന്നുമില്ല. CO2 ഇല്ലെങ്കിലും ഉണ്ടാകും. ലുഡ്വിജിയ ആർക്യൂട്ടാന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. എക്കിനോഡോറസ് മജോ ഒരു മിഡ് ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. ലെങ്ത് വെക്കാൻ മാക്സിമം ഇതിന്റെ അക്കുറത്തിൽ ഹാഫ് 6 ഇഞ്ച്. പിന്നെ ലുഡ്വിജിയ ഓവാലിസ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി കേട്ടോ. ലുഡ്വിജിയ മിനി സൂപ്പർ റെഡ്. ഈ റെഡ് ആയിട്ട് വരുന്നത് ഇതിന് CO2 ആണ്. കൂടുതൽ റെഡിഷ് കളറൊക്കെ ആക്കണമെങ്കിൽ CO2. പിന്നെ അതല്ല, ഇനി നമുക്ക് നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രീഷനും ലൈറ്റിങ്ങും പ്രോപ്പറായിട്ട് കൊടുക്കാം. ഇത് അരോമാറ്റിക് പർപ്പിൾ മിനി. മെരിയോപീഡിയം ഗ്രീന്. പിന്നെ ഇത് ലുഡ്വിജിയ കോമൺ ആണ്, കോമൺ ഉണ്ട്. പിന്നെ ഇത് മെരിയോപീഡിയം ഉണ്ട്. ഇവിടുത്തെ ടാങ്കുകൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഇതിലൊന്നും എയറേഷൻ, ഫിൽട്രേഷൻ, ലൈറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ടും പ്ലാന്റ് ഒക്കെ അത്രയും ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ബ്ലഡ് റെഡ് അത്യാവശ്യം നല്ല കളറുണ്ടോ, നല്ല റെഡിഷ് കിട്ടുന്ന സാധനം. CO2 കൊടുത്താൽ പൊളി ആയിരിക്കും സാധനം. ഈ വെറൈറ്റിയോ? ആത്മില്ല റഫൻസ്. ഇത് ഹെയർ വ്യത്യാസം. ഷോർട്ടല്ല, നല്ല ഹെയർ ആവൂലേ? നല്ല ഹെയർ. ഇത് ടോപ്പൻ്റെ ഇല്ലേ, വെള്ളത്തിന് ടോപ്പൻഡിൽ വന്നു. പിന്നെ ഇതിന്റെ തൈകളൊക്കെ ഈ ടോപ്പൻഡിൽ നിന്ന് നമുക്ക് പറിച്ചിട്ട് പ്രത്യേക എടുത്തിട്ടുണ്ട്. ഓരോ തൈകളായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ഈ ബീഫിന്റെ ടോപ്പ് തന്നെ തൈകളായിട്ട് വരും. ഇത് സീഡാണ്. ഈ കാണുന്ന ബ്ലാക്ക് ഒക്കെ കാണുന്നൊക്കെ സീഡായിട്ട് പ്രത്യേക എടുക്കാൻ സുഖം. കോമൺ ആണ് കേട്ടോ, വലിയൊരു മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ഉണ്ടാവും സാധനം. ഇതോ ഹൈ ഗ്രോത്ത് ഡിഫോർമൻസ്. ഫാസ്റ്റ് ഗ്രോത്താ, ബാക്ക്ഗ്രൗണ്ടിനാണ് ഫാസ്റ്റ് ഗ്രോത്താ. പിങ്ക് കളർ. ഇതൊക്കെ പോട്ട് ചെയ്തിട്ടാണല്ലോ കൊടുക്കുന്നത്. പോട്ട് ചെയ്തിട്ട് അധികം പോകും. അതാകുമ്പോൾ കസ്റ്റമർ കിട്ടുന്നില്ല, ഡാമേജ് ആവില്ല. പിന്നെ ഒന്നാമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ റൂട്ട് ഇറങ്ങിയിടുമ്പോൾ
എടി ഈ ഭാഗത്ത് കണ്ടില്ല ആ റൂട്ട് വന്നിട്ടുണ്ട്. റൂട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവര് ഹാപ്പി ആയിരിക്കും. പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ ഡാമേജ് ആയി പോകില്ല സാധനം. പോട്ടിലാകുമ്പോൾ നമ്മൾ പേപ്പർ റോൾ ചെയ്തിട്ടാണ് അയക്കുക. ഈ വെറൈറ്റി ഇത് റുഗോസാന്ന് ഇരുന്നു കാർഡമല്ല ചേട്ടാ. വെന്റിറ്റി വന്നത് കേട്ടോ. ഇതൊക്കെ സാധാരണ എല്ലാ ടാങ്കുകളിലും ഇനിയിപ്പോൾ മണലാണെങ്കിലും അതിലൊക്കെ ഉണ്ടാകുന്നത് പ്ലാന്റാണ്. സോയിൽ നിർബന്ധമില്ല, സോയിലൊന്നും നിർബന്ധമൊന്നുമില്ല. അതിന്റെ അടുത്തുള്ളതോ ജാൻകസ് റെപ്പൻസ് എന്ന് പറയും. ഇത് അത്യാവശ്യം കെയറിംഗ് ഉള്ള പ്ലാന്റാണ്. CO2 കൊടുക്കേണ്ടി വരും. മിഡ് ഗ്രൗണ്ട് പ്ലാന്റ് ആട്ടോ. എന്നിട്ട് ഹൈഡ്രോകോട്ടയിൽ വെർട്ടിക്കലായിട്ടാണ്. പിന്നെ എല്ലാ സാധനങ്ങളും കാണുന്ന സാധനം. പിന്നെ എക്കിനോഡോറസ് അർജന്റീനിയൻസിസ് ആമസോൺ സോഡിന്റെ ആമസോൺ സോഡിന്റെ വൈറ്റാണ് തോന്നുന്നു. അക്കിനോഡോറസ് ആമസോൺ സോഡ് അക്കിനോഡോറസ് അവരാ. ഇത് അർജന്റീനിയൻസിസ് പറഞ്ഞിട്ട് ഇതിന്റെ വൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ 2-3 വെറൈറ്റി വേറെ ഉണ്ട്. ഇത് അംഗുസ്റ്റ് പോലെയാണ് ഐഗ്രോഫില. ഇത് സ്ട്രിക്റ്റ് ആണ്. പിന്നെ ഇത് ഐഗ്രോഫില SP ആരോഗ്യ എന്ന് പറയും. ഒരു ടോപ്പിലേക്ക് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരും ഇതിന്റെ. ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ ഒരു ലൈനും വൈറ്റ് ലൈനും ഉണ്ടോ ലീഫിന്റെ മുകളിൽ. മാലിസ്റ്റേരിയന്റെ നാനാന്ന് പറഞ്ഞിട്ട് ഇത്ര വലുതാവുള്ളൂ. ആ ബാക്കിൽ കണ്ടില്ലേ ടോപ്പ് എൻഡിൽ വെക്കുള്ളൂ കേട്ടോ ലീഫ്. ടോപ്പണിൽ കിട്ടില്ലേ? ഇതിന് വളമൊക്കെ കുറച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സാധാ ഇതിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നിർത്താൻ പറ്റും. ഇങ്ങനത്തെ പോട്ടിൽ തന്നെ ചെയ്യണമെങ്കിൽ ബോട്ടിലല്ല, ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചരലുകളും മണലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്തും. നല്ല സോയിലും നല്ല ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ലെങ്ത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. നല്ല ഗ്രോത്ത്. ഇത് ടെക്കോപ്പ കരോളിനിയാനാണ്. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനം. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. സർക്കാർക്കാർക്ക് ചെയ്യാൻ പറ്റിയ പണി. മഴയൊന്നും ഇതുവരെ നിന്നിട്ടില്ല. ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് പ്ലാന്റ്സും കൂടെ കാണാമായിരുന്നു. ഇത് മനസ്സിലായില്ലേ? ഇതാണ് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ്. ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഷെയ്ഡിൽ വെക്കുന്ന സമയത്ത് ഇവർക്ക് ഗ്രീൻ കളറാണ്. ആ വലിയ ലീഫ് അതാണ് കുളവാഴ. ഇവിടെയാണ് വെച്ചത്. അതിന്റെ തൈകളാണ് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇവിടെയൊക്കെ വന്നു വെച്ചു. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ലീഫുകൾ പൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ കിണറുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് പോട്ട് ചെയ്തിരുന്നൊരു പ്ലാന്റാണ്. ഈ കോളിഫോം ബാക്ടീരിയ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് ആണെന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്ലവറിംഗ് പ്ലാന്റ് എന്നാ പറയാം. അതുപോലെ വലിസ്നേറിയയുടെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ടാങ്ക് ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ ഇവർ സെറ്റാണ്. ഇത് വാട്ടർ ഹയാസിന്ത്. ഇതിന്റെ ഫ്ലവർ വൈറ്റ് കളറാണ് വരുന്നത്. നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഇനിയും ഇവിടെ ഉണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അപ്പം പ്ലാന്റ്സ് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് പോരും. ഇവിടെ പ്ലാന്റ്സ് മാത്രമല്ല വേറെയും കുറെ ഐറ്റംസ് കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വീഡിയോ വരുന്നുണ്ട്.